രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, പലപ്പോഴും ഈ യുക്തിവാദികളായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് അവർ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത്? അതൊരു തരം ഒരു 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 ശരിയല്ലാത്തൊരു നിലപാടല്ലേ? പ്രത്യേകിച്ച് ഒരു ബഹുമത സമൂഹത്തിൽ ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ഒരു ശരിയല്ലാത്ത നിലപാടല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇവരോട് തന്നെ ദൈവം പറയുന്നത് ഈ നന്മയും സ്വാർത്ഥതയും തമ്മിൽ അവർ കൂട്ടിയിണക്കാറുണ്ട്. അതായത് സ്വർഗം കിട്ടാൻ വേണ്ടി നന്മ ചെയ്യുക എന്നുള്ളത്, ഒരു മതം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് നന്മ ചെയ്യുന്നത് നാളെ പടച്ചവന്റെ പ്രതിഫലം ലഭിക്കണം, അതുവഴി സ്വർഗത്തിൽ എത്തണം എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ. എന്നാൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആ നന്മ ചെയ്യുക വഴി ആ നന്മ നടക്കണം എന്നുള്ള മോട്ടീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ മതം സെൽഫിഷ്നെസ്സിനെ അല്ലെങ്കിൽ സ്വാർത്ഥതയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമല്ലേ എന്നുള്ളതാണ് രണ്ട് ചോദ്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണക്കറിയാവുന്ന ഒരാളുടെ മുന്നിൽ ഒരു ചോദ്യം വന്നു. ഈ ചോദ്യം കേൾക്കുന്ന തൊട്ടപ്പുറത്തും 2-3 ആളുകളുണ്ട്. ചോദ്യം ഇതാണ്: രണ്ടും രണ്ടും എത്രയാണ്? രണ്ടും രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? ഒരാൾ ഉത്തരം പറഞ്ഞു 1, വേറൊരാൾ ഉത്തരം പറഞ്ഞു 2, വേറൊരാൾ ഉത്തരം പറഞ്ഞു 3. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ വന്നു. വേറൊരാൾ ഉത്തരം പറഞ്ഞു 4. രണ്ടും രണ്ടും കൂട്ടിയാൽ ഉത്തരം 1, 2, 3, 4 ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ വരുമ്പോൾ കണക്കറിയാവുന്ന ഒരാൾ സമൂഹത്തിൻ്റെ മുന്നിൽ എന്ത് ആണ് പറയേണ്ടത്? എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നീതിയാവുക? എങ്ങനെയാണത് ശരിയാവുക? ശരിയായി തന്നെ നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ലോകത്ത് ഒരുപാട് മതങ്ങളും ഇസങ്ങളും ദർശനങ്ങളും ഭൗതിക തത്വചിന്താ പ്രസ്ഥാനങ്ങളും ഒക്കെയുണ്ട്. ആ മതങ്ങളാകട്ടെ ദർശനങ്ങളാകട്ടെ അവരുടേതായ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഒക്കെ അവയ്ക്കുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സട്ടാവും സംരക്ഷകനുമായ ഉടയവനിൽ നിന്നുള്ള മാർഗദർശനമാണിത്. ഈ മാർഗദർശനം കേവലം ഒരു അവകാശവാദമല്ല, മറിച്ച് ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് തുറന്ന പുസ്തകമായി ഖുർആനും സുന്നത്തും ലോകത്തിന്റെ മുന്നിൽ, ജനകോടികൾക്ക് മുന്നിൽ തുറന്നിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക്, നിങ്ങളുടെ വിമർശനങ്ങൾക്ക്, നിങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിലെല്ലാം, നിങ്ങളുടെ ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഖുർആനിനെയും സുന്നത്തിനെയും വിധേയമാക്കാം, ഇസ്ലാമിനെ വിധേയമാക്കാം. നിങ്ങൾ ഏതെല്ലാം തലങ്ങളിൽ അതിനെ പഠന വിധേയമാക്കിക്കൊള്ളൂ. ശക്തമായി വിമർശന പഠനങ്ങളിലൂടെ ശാസ്ത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ, അതല്ല സയന്റിഫിക്, നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളുടെ വെളിച്ചത്തിലെല്ലാം നിങ്ങൾ പഠന വിധേയമാക്കും. ഇതിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തകരാർ, ഇസ്ലാം മുന്നോട്ട് വെച്ച വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളുമായി ബന്ധപ്പെട്ട് മനുഷ്യ ജീവിതത്തിന്റെ പരിവർത്തനത്തിനുതകുന്ന കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞെടുത്ത് എവിടെയാണ് തകരാറുള്ളത്? ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ചരിത്ര വസ്തുതകളിൽ, ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ശാസ്ത്രീയ വിഷയങ്ങളിൽ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് സംസാരിച്ച ഇടക്ക്, അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതിനിടക്ക്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചതിനിടക്ക്, ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് വർത്തമാനം പറഞ്ഞതിനിടത്ത് എവിടെയാണ് നിങ്ങൾക്ക് തകരാറുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്? ഇത്രമേൽ കൃത്യതയോടെ, പൂർണ്ണതയോടെ മാനവികമായ ആശയത്തെ, ആദർശത്തെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം, ഇത് ദൈവികമാണ്. ദൈവികമായതുകൊണ്ട് തന്നെയാണ് അതിൽ യാതൊരു തകരാറുമില്ലാതെ ലോകത്തിന്റെ മുന്നിൽ ഉജ്ജ്വലമായി ഇന്നും അത് ജ്വലിച്ചു നിൽക്കുന്നത്. ഈ സത്യത്തെ, ഈ യാഥാർത്ഥ്യത്തെ ലോകത്തിന്റെ മുന്നിൽ പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സത്യം സത്യമായി ലോകത്തിന്റെ മുന്നിൽ തുറന്നു പ്രഖ്യാപിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി എല്ലാം ശരി എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഞാനും ശരി, നീയും ശരി, രണ്ടും രണ്ടും കൂട്ടിയാൽ ഉത്തരം 1 ആവാം, 2 ആകാം, 3 ആകാം, 4 ആകാം എന്ന് പറയുന്നവരോട് ബോധമുള്ള, കണക്കറിയാവുന്ന ആളുകളുടെ സമീപനം എന്തായിരിക്കും? ഇത് മോശം നിലപാടായി പോയി എന്നായിരിക്കും. അതുകൊണ്ട് ശരിയായി തുറന്നു പറയുക തന്നെ വേണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഇത് സട്ടാവിൽ നിന്നുള്ള സത്യമാണ്, ഇത് മാത്രമാണ് സത്യം. ഫമൻ ശാ ഫൽയുമിൻ വമൻ ശാ ഫൽയക്ഫുർ, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പൊ തുറന്ന സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട്. പക്ഷെ സത്യം സത്യം തന്നെയാണ്. തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ നൽകിയിട്ടുണ്ട്. പക്ഷേ സത്യത്തെ അവഗണിച്ചാൽ ഇന്ന അഅ്തദന ലിദ്ദാലിമീന നാറ, ജ്വലിക്കുന്ന നരകശിക്ഷ അവർക്ക് ലഭിക്കുമെന്നുള്ള താക്കീത് കൂടി ഇസ്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് സട്ടാവിൽ നിന്നുള്ള മതത്തെ, ഈ സത്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ സത്യസന്ധമായി പറയുക എന്നതാണ് അതിന്റെ നീതിബോധം. അതാണ് ഇസ്ലാമും ഇസ്ലാമിക പ്രബോധകരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത എന്ന് നമ്മൾ അറിയുക.
മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ നന്മ ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു സ്വാർത്ഥതയില്ലേ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഓട്ട മത്സരം നമ്മൾ നടത്തുന്ന സമയത്ത് ഒരു ഓട്ട മത്സരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകൾ കഠിന പരിശ്രമത്തിലൂടെ അതിനു വേണ്ടി തയ്യാറാവുകയാണവർ. പരമാവധി നന്നായി ഓടി തൻ്റെ കൂടെ ഓടുന്നവനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഓടി ഒന്നാം സമ്മാനം കിട്ടണമെന്നതാണ് മനുഷ്യന്റെ സ്വാഭാവികമായ തേട്ടം. അത് ഓട്ടക്കാരനാണെങ്കിലും, ഇനി അതല്ല 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നവനാണെങ്കിലും, ഇനി അതല്ല വേറെന്തെങ്കിലും എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മറ്റേത് വിഷയങ്ങൾ പഠിക്കുന്നവനാണെങ്കിലും, ഏത് മേഖലകളിലാണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കഴിവും പ്രാപ്തിയും പരമാവധി ഉപയോഗിച്ച് എല്ലാ അർത്ഥത്തിലും അതിൽ വിജയം നേടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായ മനുഷ്യന്റെ സ്വഭാവസിദ്ധമാണ്, അവന്റെ നൈസർഗികമായ സവിശേഷതകളിൽപ്പെട്ടതാണ്. ഇസ്ലാം പറയുന്നത് ഇത്രയാണ്: നന്മകൾ ചെയ്യണം. ആ നന്മകൾ ചെയ്യുന്നതിന്റെ ഗുണവും മെച്ചവും നേട്ടവും നമുക്ക് മാത്രമല്ല, ഒരു സമൂഹത്തിന് കൂടി അതിന്റെ നന്മയുണ്ട്. ലഹരിക്കെതിരെയുള്ള ഇസ്ലാമിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലുണ്ട്, താക്കീതുണ്ട്, ആ രംഗത്തുള്ള ശ്രദ്ധേയമായ സാരോപദേശങ്ങളുണ്ട്. അതൊരു വ്യക്തിക്ക് മാത്രമല്ല ആ നന്മ പകർന്ന് ലഭിക്കുക വഴി കിട്ടുക, മറിച്ച് ഒരു സമൂഹത്തിന് ഒന്നടങ്കം അതിന്റെ നന്മയും മെച്ചവും നേട്ടവും കിട്ടും, ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന നന്മ എല്ലാ അർത്ഥത്തിലും അവന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള വിജയത്തിനും അത് വ്യക്തികേന്ദ്രീകൃതം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ തന്നെ സമൂലമായ പരിവർത്തനത്തിനും വിജയത്തിനും ഉതകുന്ന നന്മയാണ്. അതിന്റെ നേട്ടം ഈ ലോകത്ത് മാത്രം അവസാനിക്കുന്നതല്ല, മറിച്ച് നാളെയുടെ ലോകത്തു കൂടി അതിന്റെ മെച്ചവും മികവും ലഭിക്കുമെന്ന വലിയ സന്തോഷ വർത്തമാനമാണ് ഇസ്ലാം ചെയ്യുന്നത്. കാരണം മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് തത്തുല്യമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ലോകത്ത് സാധ്യമല്ല. ഒരാളെ കൊന്ന മനുഷ്യനെ നമുക്ക് ഒരു തവണയെ തൂക്കിക്കൊല്ലാൻ പറ്റുള്ളൂ, 100 തവണ തൂക്കിക്കൊല്ലാൻ കഴിയില്ല. അതേപോലെ തന്നെ ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യന്മാരുണ്ട്. അവർ ചെയ്ത നന്മകൾക്ക് പൂർണ്ണമായ പ്രതിഫലം ഈ ലോകത്ത് ലഭിക്കാതെയാണ് പലരും കടന്നുപോയത്. അപ്പൊ മനുഷ്യന്റെ സ്വാഭാവികമായ നീതിബോധത്തിന്റെ തേട്ടമാണ് മനുഷ്യ കർമ്മങ്ങൾക്ക് തത്തുല്യമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകം വേണം. ആ ലോകത്തെക്കുറിച്ചാണ് ഇസ്ലാം നാടകളുടെ ലോകമായി സ്വർഗലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അത് മനുഷ്യന്റെ നീതിബോധത്തിന്റെ തേട്ടമായതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ തന്നെ ആ വിഷയത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.